നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല പാതയിൽ വാഹനാപകടം ആവർത്തിക്കപ്പെടുന്നു. ലാഹയിൽ തുടർച്ചയായ 2 ദിവസങ്ങളിലുണ്ടായ വാഹനാപകടത്തിൽ 20ഓളം പേർക്ക് പരിക്ക്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കുട്ടികൾക്കെതിരായ അതിക്രമം കൂടി വരുന്നതായി റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ്. റാന്നി സെന്റ് തോമസ് കോളേജിൽ സയൻസ് വിദ്യാർത്ഥികൾക്കായി ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. ശുചിത്വം, കുടിവെള്ള പരിപാലനം എന്നിവയിൽ റാന്നിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് തുടങ്ങി. ക്ലാസ് അങ്ങാടി പഞ്ചായത്തിൽ തുടങ്ങി. ഞാൻ ലാൽ മാത്യു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല പാതയിൽ പെരുന്നാളിനും ലാഹയ്ക്കുമിടയിൽ അപകടം. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്കേറ്റു. ദർശനത്തിന് ശേഷം കർണാടകയിലെ മാണ്ടിയിലേക്ക് പോയ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കർണാടകയിലെ മാണ്ടിയിൽ നിന്നും 3 ദിവസം മുൻപാണ് ശബരിമല തീർത്ഥാടകർ സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത്. ദർശനം കഴിഞ്ഞ് സ്വദേശത്തേക്ക് മടങ്ങിയ തീർത്ഥാടകർ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. ബ്രേക്ക് നഷ്ടപ്പെട്ടെന്ന ധാരണയിൽ ഡ്രൈവർ റോഡിന് സമീപത്തുള്ള തിട്ടയിലേക്ക് ബസ് ഇടിച്ചു നിർത്താൻ ശ്രമിച്ചപ്പോഴാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 55 തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. ഒരു കുട്ടിയുൾപ്പെടെ 15 പേർക്ക് പരിക്കേറ്റു. 10 തീർത്ഥാടകരെ പെരുന്നാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. സാരമായി പരിക്കേറ്റ 5 തീർത്ഥാടകരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ബസ്സിന് യാതൊരു തകരാറുമില്ലെന്ന് കണ്ടെത്തി. ഡ്രൈവറിന്റെ പരിചയക്കുറവും ബ്രേക്ക് നഷ്ടമായെന്ന തെറ്റിദ്ധാരണയുമാണ് അപകടത്തിൽ കലാശിച്ചതെന്ന് ശബരിമല സേഫ് സോൺ നോഡൽ ഓഫീസർ PD സുനിൽ ബാബു മലനാട് ന്യൂസിനോട് പറഞ്ഞു. ഡ്രൈവർക്ക് അയാളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് അത് ബ്രേക്കിന് ചവിട്ടിയപ്പോഴത്തേക്കും എന്തോ ഒരു സംശയം തോന്നിയതുകൊണ്ട് അദ്ദേഹം ഈ ഇടതുവശത്തുള്ള തിട്ടയിലേക്ക് വാഹനം ഒതുക്കി നിർത്താൻ വേണ്ടി ഒന്ന് ഇടിപ്പിച്ച് നിർത്തിയതാണെന്നാണ് പറഞ്ഞത്. ആ ഇടിയിൽ വണ്ടി വലത്തേക്ക് മറിഞ്ഞ് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ സിസ്റ്റം നോക്കിയപ്പോൾ സിസ്റ്റമെല്ലാം പെർഫെക്റ്റാണ്, ഫങ്ഷനിങ് ആണ്, റെക്കോർഡ്സും കറണ്ടാണ്, കാര്യങ്ങളൊന്നും കുഴപ്പങ്ങളില്ല. അപ്പോൾ ആ ഡ്രൈവർക്ക് ആ വാഹനത്തെ സംബന്ധിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ടായ ഒരു കാൽക്കുലേഷൻ വന്ന തെറ്റാണ് എന്ന് മനസ്സിലാവുന്നു. അപകടത്തിൽപ്പെട്ട 2002 മോഡൽ ബസ് ഈ സീസണിൽ 2ാം തവണയാണ് ശബരിമല തീർത്ഥാടനത്തിനെത്തുന്നത്. അപകടത്തെ തുടർന്ന് ശബരിമല പാതയിൽ ഇന്ന് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ അയ്യപ്പ തീർത്ഥാടകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ റോഡിൽ മറിഞ്ഞ ബസ് ഉയർത്തി മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. ന്യൂസ് ബ്യൂറോ, പെരുന്നാട്. അന്തർ സംസ്ഥാന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം ലാഹയ്ക്ക് സമീപം അപകടത്തിൽപ്പെട്ട് 2 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. ശബരിമല തീർത്ഥാടന പാതയിൽ ലാഹയ്ക്ക് സമീപം വാഹന അപകടം ആവർത്തിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ലാഹ വലിയ വളവിന് സമീപം തീർത്ഥാടക വാഹനം അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. ആന്ധ്ര നെല്ലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ലാഹയ്ക്ക് സമീപം റോഡ് സൈഡിൽ സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ തകർത്താണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. ക്രാഷ് ബാരിയർ തകർത്ത വാഹനത്തിന്റെ ഏറിയ ഭാഗവും താഴ്ചയിലേക്ക് തെന്നിമാറി നിൽക്കുകയായിരുന്നു. തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായി. മോട്ടോർ വാഹന വകുപ്പിലെ സേഫ് സോൺ ഉദ്യോഗസ്ഥരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. 40 തീർത്ഥാടകർ വാഹനത്തിലുണ്ടായിരുന്നുവെന്ന് പെരുന്നാട് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പെരുന്നാട്. റാന്നി ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടച്ചിറയിൽ നിയമദിനാഘോഷം സംഘടിപ്പിച്ചു. റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് നിയമദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. റാന്നി ലീഗൽ സർവീസ് സൊസൈറ്റി, ബാർ അസോസിയേഷൻ, തിരുവല്ല YWCA എന്നിവർ സംയുക്തമായി കട്ടച്ചിറയിൽ നിയമദിനാഘോഷം നടത്തി. കട്ടച്ചിറ വനത്തിനുള്ളിലെ മോറിയ മാർത്തോമ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ വെച്ചായിരുന്നു നിയമദിനാഘോഷം സംഘടിപ്പിച്ചത്. 100 കണക്കിന് ആളുകൾ കട്ടച്ചിറയിലെത്തി. റാന്നി ലീഗൽ സർവീസ് സൊസൈറ്റി അംഗങ്ങളെ ഘോഷയാത്ര ഒരുക്കിയാണ് കട്ടച്ചിറ നിവാസികൾ സ്വീകരിച്ചത്.
തുടർന്ന് ചേർന്ന നിയമദിനാഘോഷം റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ കൂടി വരുന്നത് സമൂഹം ഗൗരവമായി കാണണമെന്ന് ഡോണി തോമസ് വർഗീസ് പറഞ്ഞു. സംസ്ഥാനത്ത് 1500-ലധികം ലൈംഗിക അതിക്രമ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ 3-1 കൊച്ചു കുട്ടികൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളാണ് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. കേരളത്തിന്റെ ഇരട്ടിയിലധികം വിസ്തൃതിയുള്ള സംസ്ഥാനങ്ങളെക്കാൾ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദേശീയ ശരാശരിയേക്കാൾ അധികമാണ് ലൈംഗിക അതിക്രമ കേസുകളും മറ്റും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് വളരെ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതായ ഒരു വസ്തുതയാണ്. കുറ്റകൃത്യങ്ങളുടെ 7% മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ എന്ന വസ്തുതയും ഗൗരവതരമാണ്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രാജ്യത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ 7% മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 93% കുറ്റവാളികളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിയമത്തിന്റെ മുമ്പിൽ വരുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. സാമ്പത്തികമായ പിന്നാക്കാവസ്ഥ കൊണ്ട് ഒരാൾക്ക് നിയമപരിരക്ഷ ലഭിക്കാതെ പോകുന്ന സ്ഥിതിക്ക് പരിഹാരം കാണണമെന്നും റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ കൊണ്ട് പലർക്കും നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെയും നീതി ലഭ്യമാകുന്നില്ല എന്നുള്ളത് നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് തന്നെ അപമാനകരമായ വസ്തുതയാണ്. ചിറ്റാർ പഞ്ചായത്ത് പ്രസിഡന്റ് MR ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വിവിധങ്ങളായ പല ഏജൻസികൾ ഇതുപോലെ നമുക്ക് പല നല്ല നല്ല നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കേട്ട് അത് പാലിക്കാതെ പോകുന്നതിന്റെ വിപത്തുകൾ ഇന്ന് നമ്മുടെ ഓരോ പ്രദേശങ്ങളും നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വാർത്താ മാധ്യമങ്ങളും ഒക്കെ നമ്മൾ പത്രമാധ്യമങ്ങളും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ജീവിതം എങ്ങോട്ടേ എന്നറിയാത്ത ഒരുപറ്റം യുവാക്കളും യുവതികളും വിലസുന്ന ഈ കൊച്ചു നാട്ടിൽ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ വിവിധ മീഡിയകളും കൂടെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടെത്തി ഇതിന് പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. റാന്നി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബിച്ചൻ വെച്ചുച്ചിറ, തിരുവല്ല YWCA പ്രസിഡന്റ് പ്രൊഫസർ ദീനാമ സക്കറിയ, റാന്നി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ സുദർശന ആചാരി, ജോജി, ചിറ്റാർ പഞ്ചായത്ത് അംഗം സുസമ ദാസ്, SC പ്രൊമോട്ടർ സുമി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് അഭിഭാഷകരായ അഡ്വക്കേറ്റ് VG സുരേഷ് കുമാർ, P ലളിതാമണി എന്നിവർ നിയമബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡോക്ടർ രേണു ഫിലിപ്പ്, ഡോക്ടർ അംബിക രാകുലകുമാർ എന്നിവർ ദന്തസംരക്ഷണ സെമിനാറിൽ ക്ലാസ് എടുത്തു. തുടർന്ന് കുടുംബശ്രീ അംഗം ശ്യാമള സത്യന്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ വടശ്ശേരിക്കര. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിനു സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞികടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിനു സമീപം, മാമുക്ക്, റാന്നി.
ഫോൺ 04735 223938 8547651210 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735 225197 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻ ശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724 8086554688. കൂടുതൽ വാർത്തകളിലേക്ക്. റാന്നി സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ +2 സയൻസ് വിദ്യാർത്ഥികൾക്കായുള്ള ദ്വിദിന ശില്പശാല ആരംഭിച്ചു. നവംബർ 28, 29 വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് ശില്പശാല നടക്കുന്നത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയങ്ങളിൽ താൽപ്പര്യം ഉളവാക്കുന്നതിനു വേണ്ടിയാണ് ഭൗതികശാസ്ത്ര വിഭാഗം ശില്പശാല ആവിഷ്കരിച്ചത്. നൂതന സാങ്കേതിക വിദ്യകളെപ്പറ്റിയും ഉപരിപഠന തൊഴിൽ സാധ്യതകളെപ്പറ്റിയും ശില്പശാലയിൽ പ്രമുഖർ ക്ലാസുകൾ നയിക്കും. നിരവധി ശാസ്ത്ര പരീക്ഷണങ്ങളും വിദ്യാർത്ഥികൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന റീജിയണൽ വർക്ക്ഷോപ്പിൽ ഇന്നൊവേഷൻസ് ഇൻ ഫിസിക്സ് എന്നുള്ള 2 ദിവസത്തെ ശില്പശാലയാണ് ഇവിടെ നടക്കുന്നത്. ഈ ശില്പശാലയിൽ റാന്നിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള 4 ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസും അധ്യാപകരും. ഈ മീറ്റിംഗ് കൊണ്ട്, ഈ വർക്ക്ഷോപ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ പ്യുവർ സയൻസിനോടുള്ള താല്പര്യം ഉണർത്തിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമാണ്. ശാസ്ത്രത്തെ മനസ്സിലാക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്തില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നാം എത്തിച്ചേർന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ ശാസ്ത്രത്തോടുള്ള താല്പര്യം ഉണർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സംരംഭത്തിൽ ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടുന്ന ശാസ്ത്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രത്തിൻ്റെ നൂതന സാങ്കേതികതകളെക്കുറിച്ചുള്ള വിദ്യകൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയങ്ങൾ ഞങ്ങളുടെ ലാബുകളിൽ ഒരുക്കി കൊടുക്കുകയും അതുകൂടാതെ കരിയർ ഗൈഡൻസ് പോലുള്ള അവരുടെ പഠനത്തിന് ശേഷം ഉന്നത ഉപരിപഠന തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള ക്ലാസുകളും കൂടെയാണ് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. റാന്നി സെന്റ് തോമസ് കോളേജ് മാനേജർ ഷെവലിയർ പ്രൊഫസർ പ്രസാദ് ജോസഫ് കോയിക്കൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം വി കുറിയാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി.
proud and prestige for our institution that we have decided to call the higher secondary students of the vicinity school. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, റാന്നി. ചൂട് കടുത്തതോടെ നാടെങ്ങും ദാഹശമന കേന്ദ്രങ്ങൾ സജീവമായി തുടങ്ങി. റാന്നിയിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയോട് ചേർന്ന് നിരവധി സ്ഥലങ്ങളിൽ ദാഹശമന കേന്ദ്രങ്ങളായി. വൃശ്ചിക ചൂടിൽ നാടും നഗരവും നന്നായി ദാഹിച്ചു തുടങ്ങിയതോടെ ദാഹശമന കേന്ദ്രങ്ങൾ പാതയോരത്ത് സജീവമായി തുടങ്ങി. റാന്നിയിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയോട് ചേർന്ന് നിരവധിയിടങ്ങളിലാണ് ദാഹശമന കേന്ദ്രങ്ങൾ ഒരുങ്ങിയത്. റാന്നി വലിയ പാലത്തിനോട് ചേർന്ന ദാഹശമന കേന്ദ്രമാണിത്. റാന്നിയുടെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് നിരവധി ആളുകളാണ് ദിനംപ്രതി ഇവിടെ എത്തി കൂളായി പോകുന്നത്. കരിമ്പിൻ ചാറിൽ ഇഞ്ചിയും നളപ്പാണ് ഇവിടെ ക്ലാസ്സിൽ നിറച്ച് ദാഹം ശമിപ്പിക്കുന്നത്. ഇവിടെയും ബംഗാളി തന്നെയാണ് റാന്നിക്കാർക്ക് കുടിനീർ തയ്യാറാക്കുന്നത്. ഒരു ഗ്ലാസ് കരിമ്പിൻ ചാർ രസക്കൂട്ടിന് 20 രൂപയാണ്. ന്യൂസ് ബ്യൂറോ, റാന്നി. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടിവെള്ളം, ശുചിത്വം എന്ന വിഷയത്തിൽ ഗ്രാമസഭാ മെമ്പർമാർക്ക് നിർവഹണ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടി നടന്നു. ഗ്രാമസഭ, വാർഡ് സഭ അധികാരങ്ങൾ, അവകാശങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ എന്ന വിഷയത്തിലും, കുടിവെള്ളം, കുടിവെള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലും, ശുചിത്വം, മാലിന്യ പരിപാലനം എന്ന വിഷയത്തിലും പരിശീലന ക്ലാസുകൾ നടന്നു. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പാണ്ഡ്യത്ത് ഉദ്ഘാടനം ചെയ്തു. ശ്രീനി ശാസ്താംകോവിൽ, അനി വലിയകാല, ടി കെ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലന ക്ലാസുകൾക്ക് ശേഷം പൊതുചർച്ച നടന്നു. ബ്ലോക്ക് കോർഡിനേറ്റർ വി ആർ പ്രസാദ്, കില എക്സ്റ്റൻഷൻ ഫാക്കൽറ്റിമാരായ പ്രൊഫസർ വിശ്വനാഥൻ നായർ, എ പി സജീവൻ, വി പി രാഘവൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഒന്നാം സ്ഥാനമായിരുന്നു ആരോഗ്യരംഗത്ത് കുത്തിവയ്പിൽ കേരളത്തിൽ. ഇന്നത് 4ാം സ്ഥാനത്തേക്ക് മാറി. എന്തുകൊണ്ടാണ് നമ്മളുടെ 1ാം സ്ഥാനം നഷ്ടപ്പെട്ടത്? വേറൊന്ന്, മാലിന്യം, അന്തരീക്ഷം മാലിന്യമുക്തമായി, പരിസരം മാലിന്യമുക്തമായി, ഇതെല്ലാമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മുടെ കുടിവെള്ളം മുഴുവനും മലിനീകൃതമായി മാറും. അതിൽ പ്രധാനം എന്താണ്? പുതിയ കണക്കുകൾ വന്നപ്പോൾ കേരളത്തിലെ കുടിവെള്ള സ്രോതസ്സിൽ 80% മനുഷ്യമലം കലരുന്നു എന്നതാണ്. ന്യൂസ് ബ്യൂറോ, റാന്നി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്ക. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്ക. ഫോൺ 04735251024. മൊബൈൽ 9961553202 9495068656. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പൊന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735226773 224347. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9446057953. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി.
നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്, മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9605296660. വാർത്തകൾ തുടരുന്നു. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഉത്രസദ്യ നടത്തി. ആയിരക്കണക്കിന് വിശ്വാസികൾ ഉത്രസദ്യയിൽ പങ്കെടുത്തു. ശ്രീ അയ്യപ്പന്റെ തിരുനാളായ വൃശ്ചിക മാസത്തിലെ ഉത്രനാളിലാണ് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ ഉത്രസദ്യ നടത്തിവരുന്നത്. ഭക്തിനിർഭര ചടങ്ങിൽ ക്ഷേത്രോപദേശക സമിതി നേതൃത്വത്തിൽ നടന്ന ഉത്രസദ്യ ആഘോഷങ്ങൾ സ്വാമി പ്രകാശാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ധർമ്മശാസ്താവിനെ അന്നദാന പ്രഭു എന്ന് പറയുക. വീണ്ടും കുറച്ചുകൂടി കഴിക്കും എന്ന് പറഞ്ഞാൽ വേണ്ടാട്ടോ, വീണ്ടും കുറച്ചുകൂടി വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് പറയും. അങ്ങനെ മതി എന്ന് പറയുന്ന ഒരേ ഒരു ദ്രവ്യം, ഒരേ ഒരു ആഹാര വസ്തു. NSS പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN നരേന്ദ്രനാഥൻ നായർ, ദേവസ്വം ബോർഡ് അംഗം PK കുമാരൻ, SNDP യോഗം പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് K പത്മകുമാർ, തിരുവിതാംകൂർ വികസന സമിതി ചെയർമാൻ PS നായർ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. സ്വാമി പ്രകാശാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ സമൂഹ ചണ്ഡികാ ഹോമവും നടന്നു. ഉത്രസദ്യ ആഘോഷങ്ങൾക്ക് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് AG ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി TP ഹരിദാസൻ നായർ, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ VR രാജീവ് എന്നിവർ നേതൃത്വം നൽകി. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഉത്രസദ്യയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പെരുന്നാട് നാറാണമൊഴി സമഗ്ര കുടിവെള്ള പദ്ധതി 1ാം ഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഡിസംബർ 3-ന് നടക്കും. രാജു എബ്രഹാം MLA അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പ്രഥമഘട്ടമായി 14 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്ന് രാജു എബ്രഹാം MLA അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല പാതയിൽ വാഹനാപകടം ആവർത്തിക്കപ്പെടുന്നു. ലാഹയിൽ തുടർച്ചയായ 2 ദിവസങ്ങളിലുണ്ടായ വാഹനാപകടത്തിൽ 20ഓളം പേർക്ക് പരിക്ക്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കുട്ടികൾക്കെതിരായ അതിക്രമം കൂടി വരുന്നതായി റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ്. റാന്നി സെന്റ് തോമസ് കോളേജിൽ സയൻസ് വിദ്യാർത്ഥികൾക്കായി ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. ശുചിത്വം, കുടിവെള്ള പരിപാലനം എന്നിവയിൽ റാന്നിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് തുടങ്ങി. ക്ലാസ് അങ്ങാടി പഞ്ചായത്തിൽ തുടങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.